മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണല്ലോ ഫെബ്രുവരി റിലീസുകളും അത് കേരളത്തിലും പുറത്തും ഉണ്ടാക്കിയ ഓളവും. ഫെബ്രുവരി ഉണ്ടാക്കിയ ആ ഒരു ഓളത്തിന് കുറവൊന്നും വരുത്താത്തൊരു മാസം തന്നെ ആയിരുന്നു നമ്മുടെ മാർച്ചും. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ തങ്കപ്പൻ. റമദാൻ നോമ്പുകാലം പൊതുവെ തിയേറ്ററിൽ ആള് കയറുന്നത് കുറയുന്ന ഒരു സമയമാണ്. എന്നിട്ടും മാർച്ച് മാസം തിയേറ്ററിൽ ആളെ കയറ്റി. ഫെബ്രുവരിയിൽ വന്ന സിനിമകൾക്ക് വന്ന റിപ്പീറ്റ് ഓഡിയൻസ് ആണ് ഈ മാസം കൂടുതലും തിയേറ്ററുകൾ നിറച്ചത്. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു. ഇതിനിടെ മാർച്ചിൽ റിലീസായ സിനിമകളും കുറവായിരുന്നു, അതില് വലിയ വിജയമായതും കുറവായിരുന്നു. അപ്പോ ഏതൊക്കെയാണ് മാർച്ചിലെ സിനിമകൾ നമുക്ക് നോക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. കടകൻ. സജിൽ മമ്പാട് ഹക്കിം ഷായെ നായകനാക്കി സംവിധാനം ചെയ്ത് മാർച്ചിൽ തിയേറ്ററിൽ വന്ന ആദ്യ സിനിമയാണ് കടകൻ. മാർച്ച് 1-നാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. ഡയറക്ടർ സജിന്റെ തന്നെ നാടായ മമ്പാടും ചാലിയാറും ഒക്കെ നടന്ന റിയൽ ഇൻസിഡൻസ് തന്നെയാണ് സിനിമയുടെ ബേസിക് ഐഡിയ. പ്രണയവിലാസം കണ്ടിട്ടാണ് സജിൻ ഹക്കിം ഷായിലേക്ക് എത്തുന്നത്. കഥ കേട്ട ഉടനെ തന്നെ ഹക്കീമിന് അത് വർക്ക് ആവുകയും ചെയ്തു. സിനിമയിലെ മറ്റൊരു പ്രധാന വേഷമായിരുന്നു ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ചത്. സത്യത്തിൽ അത് മാമുക്കോയെ ചെയ്യേണ്ടിയിരുന്ന ഒരു വേഷമായിരുന്നു. അത് ഷൂട്ട് തുടങ്ങാനിരിക്കെയാണ് പുള്ളി മരിക്കുന്നതും അത് ഹരിശ്രീ അശോകൻ ചേട്ടനിലേക്ക് എത്തുന്നതും. അത്ര മികച്ചൊരു സിനിമ അനുഭവമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് പടമാണ് കടകൻ. സിനിമയുടെ മേക്കിംഗ് ഒക്കെ നൈസായിട്ട് വന്നപ്പോൾ പാളിപ്പോയത് സ്ക്രിപ്റ്റ് ആണ്. കുറച്ചുകൂടെ ബെറ്റർ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ സിനിമ ഒന്നുകൂടി നന്നായേനെ. പിന്നെ മഞ്ഞുമലിന്റെയും പ്രേമലുവിന്റെയും ഓളത്തില് കടകൻ ചെറുതായി ഒന്ന് മുങ്ങിപ്പോവുക കൂടി ചെയ്തു. ഹക്കീം ഒരു ഗംഭീര നടനാണ്. പല സിനിമകളിലൂടെയും പല കഥാപാത്രങ്ങളിലൂടെയും നമ്മളൊക്കെ അത് കണ്ടതുമാണ്. പക്ഷേ ഒരു നായകൻ എന്ന നിലയിൽ പുള്ളി അങ്ങനെ വന്നപ്പോ അധികമാരും ശ്രദ്ധിച്ചുമില്ല. പടത്തിന് അത്ര മികച്ച അഭിപ്രായങ്ങൾ വന്നുമില്ല. പിന്നെ മറ്റു സിനിമകൾ ഗംഭീരമായി ഓടിക്കൊണ്ടിരുന്ന ഒരു സമയം ആയതുകൊണ്ടുകൂടി കടകൻ വലിയ ചലനമൊന്നും ഉണ്ടാക്കാതെ തിയേറ്റർ വിട്ടു. തങ്കമണി. 2022 ധ്യാൻ ശ്രീനിവാസനെ നായകനാക്കിക്കൊണ്ടൊരു സിനിമ ചെയ്തിട്ടാണ് രതീഷ് രഘുനന്ദൻ തുടങ്ങുന്നത്. അന്നിറങ്ങിയ ഉടൽ അത്യാവശ്യം ഓടിയൊരു സിനിമയാണ്. അന്ന് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട ദിലീപ് രതീഷിനെ വിളിക്കുകയും എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് കാണാമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് 2-ാം മാസം രതീഷ് ദിലീപിനെ ചെന്ന് കണ്ടു പറഞ്ഞ കഥയാണ് തങ്കമണി. അത് വല്ലാത്തൊരു കഥയാണ്. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വളരെ പെട്ടെന്നാണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയത്. ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്തതിനേക്കാൾ 24 ദിവസം മുന്നേ തന്നെ രതീഷ് തങ്കമണിയുടെ ഷൂട്ട് തീർത്തിരുന്നു. ഇതേ സ്പീഡ് സിനിമ തിയേറ്ററുകളിലും ഉണ്ടാക്കിയതാണ് മറ്റൊരു കോമഡി. സിനിമ ഇറങ്ങിയതും പോയതും ഏതാണ്ട് ഇതേ സ്പീഡിലാണ്. നമ്മളൊക്കെ പലപ്പോഴായി കേട്ടിട്ടുള്ള, എപ്പോ കേട്ടാലും നമ്മളെയൊക്കെ ഹോണ്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ് ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ സംഭവിച്ച പോലീസ് അതിക്രമം. നാട്ടുകാർ ബസ് തടയുന്നതിനെ തുടർന്നുണ്ടായ പ്രശ്നം വലുതാവുകയും പോലീസ് രാത്രി അവിടെയുള്ള വീടുകളിലേക്ക് കയറി ആക്രമണം നടത്തുകയും ചെയ്ത സംഭവം. 1986 ഒക്ടോബറിൽ നടന്ന ഈ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് തങ്കമണി എന്ന സിനിമ ചെയ്തിട്ടുള്ളത്. ശരിക്കും നടന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരു ഡോക്യുമെന്ററി സ്വഭാവം ഒഴിവാക്കുന്നതിന് വേണ്ടി കഥ കുറച്ച് സിനിമാറ്റിക് ആക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇവിടെ സംഭവം അതിന്റെ ഡോസ് ഇത്തിരി കൂടിപ്പോയി. കുറച്ച് റിയലിസ്റ്റിക് ആയി അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ കാണുന്നവർക്ക് പെട്ടെന്ന് കണക്ട് ആകുമായിരുന്ന ഒരു കഥയെ മേക്കിംഗ് കൊണ്ട് നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ കൊണ്ടുകൂടി ആകണം സിനിമ തിയേറ്ററിൽ വർക്ക് ആവാതെ പോയത്. വെട്രിമാരൻ ചെയ്യേണ്ട പടം പ്രശാന്ത് നീൽ ചെയ്തതുപോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ കഥ ഒരു വശത്ത്, നായകനെ മാസാക്കി കാണിക്കാൻ നോക്കി കോമഡി ആവുന്ന സീനുകൾ മറുവശത്ത്. രണ്ടും നല്ല വൃത്തിയായി കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. ശരിക്കും ഒരു 15 വർഷം മുമ്പേ വന്നിരുന്നെങ്കിൽ ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആവേണ്ട പടം. ആ സമയത്തൊക്കെ വന്നിരുന്ന സിനിമകളുടെ ഒരു മേക്കിംഗ് ശൈലിയുമായി 2024 വന്നാൽ ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനാണ്? മാർച്ച് 7 റിലീസായ സിനിമയെ കുറിച്ച് മാർച്ച് 9-നാണ് നായകൻ ദിലീപ് വരെ അവസാനമായി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് വെറും 2 ദിവസം കൊണ്ട് പുള്ളിക്ക് കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ അല്ലേ. അടുത്ത ആഴ്ച മുതൽ പുള്ളി അടുത്ത പടത്തിന്റെ ട്രെയിലറുമായി വന്നിട്ട് തങ്കമണിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. 20 കോടി രൂപയോളം ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ. അത് നമുക്ക് പടം കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഇത്രയും വലിയ ആർട്ട് വർക്കും ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റേഞ്ചിൽ പോകും ബഡ്ജറ്റ്. പക്ഷേ പടം തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത് വെറും 5 കോടി രൂപയിൽ താഴെ മാത്രമാണ്. എന്തോരം കാശാണ്! വൻ ഡിസാസ്റ്റർ. എന്തൊക്കെയായാലും കട്ടപ്പനയില് സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നടന്നിരുന്നു. എന്തോ ഒരു സർക്കാർ ഉൽപ്പന്നം.
സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേരിൽ സെൻസർ ബോർഡ് ഇടപെടുന്നത്. അവരതിൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര് വെട്ടി ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന പേരിലാക്കി മാറ്റി. എന്തിനാണ് അങ്ങനെ ഒരു വെട്ടം അവിടെ ഉണ്ടായതെന്ന് സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും സിനിമ മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തി. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 8-ന്. TV രഞ്ജിത്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിലൊരു നിയന്ത്രണം കൊണ്ടുവരണമെന്ന ഉദ്ദേശത്തോടെ പഞ്ചായത്ത് പുരുഷ വന്ധ്യീകരണ പദ്ധതി കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത് സാധാരണക്കാരനിൽ സാധാരണക്കാരനായ പ്രകാശനാണ്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളാണ് സിനിമയുടെ കഥ. റിയൽ ഇൻസിഡൻസും നാട്ടിലുണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ സിനിമയാക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. എന്നാലും പോപ്പുലേഷൻ കൺട്രോളിനെ പറ്റിയും പുരുഷ വന്ധ്യീകരണത്തെ ബേസ് ചെയ്തും മലയാളത്തിൽ വരുന്ന ആദ്യത്തെ സിനിമയാണ് ഇതെന്ന് തോന്നുന്നു. വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ വന്നൊരു ചെറിയ സിനിമ, ഒരു സർക്കാർ ഉൽപ്പന്നം. അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ആണ് മൊത്തത്തിൽ സിനിമയ്ക്ക് വന്നിരുന്നത്. പക്ഷേ വലിയ താരങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടും ഫെബ്രുവരി റിലീസുകളുടെ വമ്പൻ സ്വീകാര്യതയും കാരണം ഈ ചെറിയ പടം അധികമാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അഞ്ചക്കള്ള കോക്കാൻ. പേരിലൊരു വെറൈറ്റിയും പറയാൻ ഇത്തിരി പാടുള്ള ഒരു ടൈറ്റിലുമായാണ് ഉല്ലാസ് ചെമ്പൻ മാർച്ച് 15-ന് തിയേറ്ററുകളിൽ എത്തിയത്. അഞ്ചക്കള്ള കോക്കാനെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞു വന്നത്. അഞ്ചക്കള്ള കോക്കാൻ. ഓക്കെ, ഇതോടെ ഞാൻ ഈ സിനിമയുടെ പേര് പറഞ്ഞു തീർത്തു. ഇനി പേര് പറയാൻ പറയരുത്, എന്നെ കൊണ്ട് പറ്റില്ല. ഇത് തന്നെ കുറെ ടേക്ക് പോയിട്ടാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയില്ലേ, അഞ്ചക്കള്ള കോക്കാൻ. ഉല്ലാസിന് ഈ സിനിമയുടെ ബേസിക് ഐഡിയ കിട്ടിയ സമയത്ത് തന്നെ ഈ ടൈറ്റിലും ഇട്ടത് വർക്കിംഗ് ടൈറ്റിലായി ഇട്ടിരുന്ന ടൈറ്റിലായിരുന്നു ഇത്. പിന്നെ അത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം ഭയങ്കര റെയർ ആയതുകൊണ്ട് ആദ്യം മുതലേ സിനിമയ്ക്ക് ഒരു അറ്റൻഷൻ കിട്ടിയിരുന്നു. കുറെ കാലം മുന്നേ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കലാരൂപമാണ് പൊറാട്ട് നാടകം. ആ നാടകത്തിന്റെ ബേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഈ പറഞ്ഞ സിനിമ. 80-90 ടൈമിൽ നടക്കുന്ന കഥ. ടെക്നിക്കലി ഒക്കെ സിനിമ ഭയങ്കര റിച്ച് ആണ്. അതിൽ എടുത്തു പറയേണ്ടത് സിനിമയിലെ അടികളാണ്. കിഡിലൻ ഫൈറ്റ് കൊറിയോഗ്രഫി. ഇത്രയും നീളമുള്ള അടികളൊന്നും ഈ അടുത്ത കാലത്തൊന്നും വേറെ ഒരു പടങ്ങളിലും കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. സിനിമയുടെ ആ ഒരു മേക്കിംഗ് ആണ് സിനിമയുടെ നട്ടെല്ല്. ഒരു കഥയുണ്ടാക്കി അതിനുവേണ്ട മേക്കിംഗ് സ്റ്റൈലിലേക്ക് എത്തിയ ഒരു സിനിമയല്ല അഞ്ചക്കള്ള കോക്കാൻ. മറിച്ച് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ ഈ ഒരു സ്റ്റൈലാണ്. സോ അതിന് വേണ്ട ഒരു കഥ വേണം. അങ്ങനെയാണ് ഈ കഥ ഉണ്ടാവുന്നത്. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർക്കൊക്കെ എന്തായാലും നല്ല കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് അഞ്ചക്കള്ള കോക്കാൻ കൊടുത്തത്. സിനിമയുടെ ഈ വെറൈറ്റി പേര് തന്നെയാണ് സിനിമയെ മോശമായി ബാധിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം പറയാൻ പോയിട്ട് ശരിക്ക് നാക്കുളുക്കാതെ ഒന്ന് വായിക്കാൻ പോലും പറ്റാത്ത ഒരു പേര്. സ്വാഭാവികമായും പടം അധികം പ്രേക്ഷകരിലേക്ക് എത്തിയില്ല. കണ്ടവർക്കൊക്കെ ഗംഭീര അഭിപ്രായമായിരുന്നെങ്കിലും ഇതാണ് ഞാൻ കണ്ട സിനിമയുടെ പേര് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റണ്ടേ? മാർക്കറ്റിംഗ് പാളിച്ചകളും ഇങ്ങനൊരു പേരും കാരണം തന്നെ ആകാം സിനിമ അത് അർഹിച്ച വിജയം നേടാതെ പോയി. OTT വരുമ്പോ നോക്കിയോ, പടം വൻ ചർച്ചയാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആടുജീവിതം. സാധാരണ തിയേറ്ററുകൾ നിറഞ്ഞ് കവിയാറുള്ളത് ഇത്തിരി അടിയും കോമഡിയും പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഒരു കൊമേഴ്സ്യൽ പടം വരുമ്പോഴാണ്. ഇതൊന്നുമില്ലാതെ തിയേറ്ററിൽ ഇത്രയ്ക്ക് തിരക്ക് കൊണ്ടുവരണമെങ്കിൽ ആ സിനിമ ആടുജീവിതമായിരിക്കാം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം ഏത് ബുക്ക് വായിക്കാത്ത ഒരാളും ചിലപ്പോൾ വായിച്ചു കാണാൻ ഇടയുള്ളൊരു ബുക്കാണ്. മലയാളികൾക്കിടയിൽ ഇത്രയും പോപ്പുലറായ മറ്റൊരു നോവൽ ഉണ്ടോ എന്ന് ഡൗട്ടാണ്. അതിന് കാരണം ബെന്യാമിന്റെ എഴുത്തും ഇതൊരു റിയൽ സംഭവമാണെന്നുള്ളതുമാണ്. ഈ റിയൽ സംഭവം എന്നതിൽ കുറെ വിവാദങ്ങൾ ആൾറെഡി നടക്കുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ബ്ലസ്സിക്ക് മുന്നേ സത്യത്തിൽ ആടുജീവിതം സിനിമയാക്കാൻ ബെന്യാമിനെ വന്ന് കാണുന്നത് സംവിധായകൻ ലാൽ ജോസ് ആണ്. ലാൽ ജോസും ബെന്യാമിനും സിനിമ സംസാരിക്കുകയും ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷെ അറബിക്കഥ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് ഈ അടുത്ത് തന്നെ അറബ് പശ്ചാത്തലത്തിൽ വേറൊരു സിനിമ ചെയ്യേണ്ടെന്ന് ലാൽ ജോസ് പറഞ്ഞു. സിനിമ ചെയ്യാം, ബട്ട് കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ഈ ഒരു സമയത്താണ് ബ്ലസ്സി ബെന്യാമിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബെന്യാമിൻ ഉള്ള സംഭവം പറഞ്ഞു. ആൾറെഡി ലാൽ ജോസ് കഥ ചോദിച്ചതാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ചോളൂ. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ, എന്നെ ഇടപെടുത്തരുത്. അങ്ങനെ ലാൽ ജോസും ബ്ലസ്സിയും സംസാരിച്ചു. ബ്ലസ്സി സിനിമ ചെയ്യാമെന്ന ധാരണയിലെത്തി. ഇപ്പോ യൂട്യൂബ് തുറന്നാൽ കാണുന്നത് നജീബിന്റെ ഇന്റർവ്യൂവും പൃഥ്വി സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ടിനെ പറ്റിയും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് ഞാനും ഇനി ആ ഏരിയയിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരു കാര്യം പറയാം, അവരെടുത്ത പണിക്കുള്ള റിസൾട്ട് ഉറപ്പായും ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്തായാലും ആടുജീവിതം മലയാള സിനിമയുടെ സീൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം AC ഉള്ള തിയേറ്ററിൽ ഇരുന്ന സിനിമ കണ്ടാലും മരുഭൂമിയിലെ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്ന ലെവലിലാണ് സിനിമ ബ്ലസ്സി എടുത്തു വെച്ചിരിക്കുന്നത്. ഇന്റർവെല്ലിന് വാങ്ങിയ പോപ്കോണും വെള്ളവും ഒക്കെ ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിയാതെയാണ് പലരും തിയേറ്റർ വിട്ടത്. നജീബ് നമ്മളെ അത്രയ്ക്കങ്ങ് തകർത്ത് കളഞ്ഞു. സിനിമ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറി ആടുജീവിതം. ബോക്സ് ഓഫീസിൽ പൃഥ്വിരാജ് എന്ന നടൻ പൃഥ്വിരാജ് എന്ന സംവിധായകനോട് മത്സരിക്കുന്ന അപൂർവ കാഴ്ചയും നമുക്ക് കാണാം. ആടുജീവിതവും ലൂസിഫറും. നമ്മുടെ മലയാളത്തിന് നമുക്ക് ആകെ ഒരു രാജുവേട്ടനല്ലേ ഉള്ളൂ. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, ഈ മാസം ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, അങ്ങനെ മാസാമാസം ഇൻഡസ്ട്രി ഹിറ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി മാറണം.
മാറട്ടെ. ഈ സിനിമകളൊക്കെ കൂടാതെ ആനന്ദപുരം ഡയറീസ്, എക്സിറ്റ്, ജനനം 1947, പ്രണയം തുടരുന്നു, സീക്രട്ട് ഹോം, വയസ്സെത്ര 30 എന്നിങ്ങനെ ചില സിനിമകളും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. ഇതിൽ ചിലതിന് നല്ല അഭിപ്രായമൊക്കെ വന്നെങ്കിലും പക്ഷേ ഒന്നും വലിയ വിജയമൊന്നും ആയില്ല. സ്വാഭാവികം. അപ്പോ ഇതൊക്കെയാണ് മാർച്ച് മാസത്തെ മലയാള സിനിമകൾ. ഇതില് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ സിനിമകളെ കുറിച്ച് കമന്റിൽ പറയുക. അപ്പൊ ഓക്കെ, ഇനി ഏപ്രിൽ മാസത്തെ സിനിമകളുടെ വിശേഷങ്ങളും അനാലിസിസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത മാസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.